സന്തോഷം എന്നെ ഈ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്. എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത് എറണാകുളം എന്ന് പറയുന്ന ഒരു നഗരത്തിലും ഷൊർണൂർ എന്ന് പറയുന്ന ഷൊർണൂരിൻ്റെ ഉള്ളിൽ കല്ലിപ്പാടം അല്ലെങ്കിൽ മേലേക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുമായിട്ട് ചെലവഴിച്ചതാണ് എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. ഒരു നഗരത്തിലൊരു 10 മാസവും ഗ്രാമത്തിലൊരു 2 മാസവും ചെലവിട്ടതാണ് എൻ്റെ ചെറുപ്പകാലം. അന്നും നമ്മൾ ഇന്ന് പറയുന്നത് പോലെ തന്നെ കൊച്ചിയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണം. കൊച്ചിയായിരുന്നു വ്യവസായ നഗരം. കൊച്ചിയായിരുന്നു ആളുകൾ ഇങ്ങനെ കൂടുതലായിട്ട് കുടിയേറി താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പം ഞാനന്ന് താമസിച്ചുകൊണ്ടിരുന്നത് എടപ്പള്ളി എന്ന് പറയുന്ന ഒരു അർദ്ധനഗരം എന്ന് നമുക്ക് ഇപ്പോൾ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്താണ്. അവിടെ പലതരത്തിലുള്ള മനുഷ്യന്മാർ, അതായത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ജാതിയിൽ മുന്നോക്കം നിൽക്കുന്ന ആളുകൾ, ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിലേറ്റവും കുറവ് പ്രാതിനിധ്യം ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു ലോകമായിരുന്നു അത്. അല്ലാതെ ഇപ്പൊ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ നമ്മളെ ആരും അന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല, നമ്മൾ വളർന്നു വന്നപ്പോൾ. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന വേർതിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അവരോടുള്ള ഒരു വിവേചനം അന്ന് അവിടെയുള്ള എല്ലാ ആളുകളും പ്രകടമാക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. നമ്മളിത് ജീവിതം കുറേയൊക്കെ മുന്നോട്ട് പോയതിന് ശേഷമാണ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അന്ന് കാണിച്ചിരുന്നത് ഒരു വിവേചനമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അവർ തെരുവ് കച്ചവടക്കാരായിരുന്നു. അവർ അവിടെ ഒരു തെരുവിൻ്റെ ഓരത്ത് കയ്യേറി അവിടെ ഒരു ചെറിയ കുടിൽ കെട്ടി അങ്ങനെ താമസിച്ചു വന്ന മനുഷ്യന്മാരായിരുന്നു. അവരുടെ കൂടെ പുരുഷന്മാരുണ്ടായിരുന്നില്ല, 2 സ്ത്രീകളും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ അകറ്റി നിർത്താൻ അവിടുത്തെ ആളുകൾ ശ്രമിച്ചിരുന്നത് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു. എന്താ പറയുക, ആ പ്രദേശത്തെ ആളുകളുടെ ഒരു ആഢ്യത്വത്തിന് പുറമേ നിന്ന് വന്ന ആളുകളാണ് എന്ന തോന്നൽ കൊണ്ടാണ് അവർ പുറത്തേക്ക് നിർത്തിയത് എന്നൊക്കെ നമുക്ക് തോന്നിയത്. ഞാനിത് പറഞ്ഞതിന് 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ബാബറി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാബറി മസ്ജിദ് എന്ന സംഗതിയെ ഗൗരവത്തോടെ കാണുന്നത് അതിൻ്റെ തകർച്ച ഉണ്ടായതിൻ്റെ ദിവസം, തകർന്നതിൻ്റെ ദിവസം വൈകുന്നേരത്താണ്. ഞാനിപ്പോഴും അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, തകർന്നതിൻ്റെ ദിവസം വൈകുന്നേരത്ത്. അതിനു മുമ്പ് നമുക്കിത് എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ രഞ്ജിത്ത് എഴുതിയൊരു സിനിമ ഉണ്ടല്ലോ, പ്രാഞ്ചിയൻ ആൻഡ് ദ സെയിന്റ്, അതിൽ ആ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് എന്തുട്ടത് ബാബറി മസ്ജിദോ പള്ളിയോ അമ്പലോ എന്തൊക്കെ ഉണ്ടല്ലോ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അതുവരെ, അതായത് ഇത് തകർക്കപ്പെടുന്നതിൻ്റെ തലേന്ന് വരെ നമ്മളെ സംബന്ധിച്ച് എന്തോ ഒരു തർക്കം എവിടെയോ നടക്കുന്നു, അതിന്മേൽ അവകാശവാദങ്ങളുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, തർക്കിക്കുന്നു, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തകർക്കപ്പെട്ടതിൻ്റെ വൈകുന്നേരം, അന്ന് വൈകുന്നേരം എനിക്കന്ന് 1992 ഡിസംബർ 6 എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ജേർണലിസം ചെയ്യാൻ തുടങ്ങുന്ന കാലമാണ്. അതുവരെ ഞാനിതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അന്ന് വൈകുന്നേരം ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് കാരണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഡിഗ്രി കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ എന്ത് അഡ്വഞ്ചറസിനും എന്ത് സാഹസികതയ്ക്കും താല്പര്യമുള്ള ഒരു ഏജാണല്ലോ അത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു നഗരത്തിൽ ഒരിടത്ത് ഒരുമിച്ച് കൂടാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുവരെ ഈ വാർത്തയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അതായത് തകർക്കപ്പെട്ടു എന്നുള്ള വാർത്തയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഞാൻ തൈക്കൂടത്താണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് എറണാകുളം നഗരം അറിയാമെങ്കിൽ വൈറ്റില കഴിഞ്ഞ് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന വഴിക്ക് തൈക്കൂടം എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്. എൻ്റെ അച്ഛൻ നേവൽ ബേസിലായിരുന്നു, അവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ക്രോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. അപ്പം ഞാൻ അവിടെ വന്ന് നിൽക്കുന്നു. ആദ്യം വരുന്ന ഒരു KSRTC ബസ്സാണ്. ഈ KSRTC ബസ്സിൻ്റെ മുകളിൽ ഒരു എഴുത്തുണ്ട്, വെറുതെ ഇങ്ങനെ നമ്മൾ ഈ ചുവന്ന കളറിലുള്ള ചോക്ക് കൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു.
പ്രതിഷേധിക്കുക. അതിൻ്റെ താഴെ ഒരു വര എഴുതിയിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് SNDP എന്നായിരുന്നു. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാൻ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ആദ്യം ഒരു അങ്കലാപ്പ് തോന്നി, ഇതെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. അതിൻ്റെ തൊട്ട് താഴെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, നാളെ ഹർത്താൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അന്ന് ബന്ദ് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യമല്ല. ബന്ദ് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവമുള്ള എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ ആഹ്വാനം ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാണ് നമ്മൾ അന്ന് ബന്ദിനെ ഹർത്താലിലേക്ക് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, നാളെ ഹർത്താൽ എന്ന് എഴുതിയിരിക്കുന്നു. അത് മാത്രമല്ല, ബാബരി മസ്ജിദ് തകർത്തതിന് SNDP എന്തിനാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്? ഇതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ KSRTC ബസ്സിൽ കയറിയില്ല. കാരണം KSRTC ബസ് പോകുന്നത് സ്റ്റാൻഡിലേക്ക് ആയതുകൊണ്ട് എൻ്റെ ഉദ്ദേശത്തിൽ പോകുന്ന ഒരു റൂട്ട് അല്ലാത്തതുകൊണ്ട് അതിൽ കയറിയില്ല. അതിനുശേഷം വരുന്ന പ്രൈവറ്റ് ബസ്സിൽ കയറുന്നു. അതിനുശേഷം ആ ബസ്സിൽ ഇരുന്ന് ഞാൻ ഇറങ്ങേണ്ട പൊസിഷനിൽ എത്തുന്നത് വരെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതായിരുന്നു, ഒരു മസ്ജിദ് തകർക്കപ്പെട്ടു, SNDP യൂണിയൻ അതിന് വേണ്ടിയിട്ടൊരു ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു. എന്താണ് ഈ പ്രശ്നം? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? ഇത്ര ആലോചനകൾ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അന്ന് ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഗ്രൂപ്പിലേക്ക് ഞാൻ എത്തിയതിന് ശേഷം അതിൽ മുതിർന്ന ഒരാളോട് ഞാനിങ്ങനെ ചോദിച്ചു, ഇതെന്താണ് സംഭവം? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അത് നമുക്ക് അത്ര എളുപ്പത്തിലോ ലളിതമായിട്ടോ പറഞ്ഞു തരാവുന്നൊരു കാര്യമല്ല. നമുക്കത് വിശദമായിട്ട് പഠിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം സംഭവിച്ചത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ പാകത്തിലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UP അയോധ്യയിൽ അല്ലെങ്കിൽ ഫൈസാബാദിലാണ് ഇത് നടന്നതെങ്കിൽ പോലും അത് അവിടെ മാത്രം ഒതുങ്ങുന്നൊരു സംഗതിയല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയുള്ള ഒരു സംഗതിയാണത് എന്ന് മാത്രം നീ തൽക്കാലം മനസ്സിലാക്കുക. ബാക്കി നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ആദ്യമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൂരെ എവിടെയോ ഒരു പള്ളി തകർക്കപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ധാരണയും കിട്ടുന്നില്ല. അപ്പോൾ അന്ന് നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, ഒരു സ്വസ്ഥതയില്ല. നമുക്കിത് എന്താണെന്ന് അറിയണം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. പിന്നെ നമ്മൾ ശ്രമിക്കുന്നത്, അന്ന് ഇതുപോലെ ഈ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ ഇത്രത്തോളം ഒന്നും വ്യാപകമായിട്ടില്ല, കേബിൾ കണക്ഷൻസ് ഒന്നും ഇത്രത്തോളം വ്യാപകമായിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛൻ നേവൽ ബേസിലായിരുന്നു. അപ്പോൾ ആദ്യം സൈനികനായിട്ട് തുടങ്ങി, പിന്നെ സിവിലിയനായി മാറിയ ആളാണ് അദ്ദേഹം. അപ്പോൾ വളരെ ചിട്ടയായിട്ട് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു, ജീവിതാവസാനം വരെ അങ്ങനെ ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പഠനം ഒരു പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ട് തന്നെ ഈ കേബിൾ കണക്ഷൻ എടുക്കുക, ടെലിവിഷൻ വാങ്ങി കാണിക്കുക, ഇതൊന്നും അദ്ദേഹം അന്നൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് രാത്രി തിരിച്ചു വന്നിട്ട് എൻ്റെ വേറൊരു സുഹൃത്ത്, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന വേറൊരു സുഹൃത്ത്, ഞാൻ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ താമസിക്കുന്നത്. അപ്പോൾ അയാളുടെ വീട്ടിൽ ടെലിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇതെന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ശ്രമിച്ചിരുന്നു. അപ്പം അന്നത്തെ ഒരു രീതി അനുസരിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരിക. പിന്നീട് ഇങ്ങോട്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ച എൻ്റെ സീനിയറായിട്ടുള്ള, പ്രായം കൊണ്ട് സീനിയറായിട്ടുള്ള എൻ്റെ സഹപാഠിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡെപ്തിലേക്കുള്ള വിവരങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ജേർണലിസം ചെയ്ത് ജേർണലിസ്റ്റ് ആവുക മീൻസ് ഒരു പത്രത്തിൽ ജോലി തുടങ്ങി. അതിനൊക്കെ കഴിഞ്ഞൊരു 4-5 വർഷം കഴിഞ്ഞ്, ശരിക്കും പറഞ്ഞൊരു 2000 ഒക്കെ ആവുമ്പോഴാണ് സത്യത്തിൽ എന്താണ് ഇതിൻ്റെ ചരിത്രം എന്ന് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ നമ്മളെ ഞെട്ടിപ്പിച്ചൊരു സംഗതി എന്ന് പറയുന്നത്, ഒരു മസ്ജിദിനുള്ളിൽ അതിക്രമിച്ച് കടന്ന് അതിനുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ള വിവരം അറിയുമ്പോഴാണ് ഞാൻ ഞെട്ടാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ എന്നോട് ഈ വിവരം ആരും പറഞ്ഞു തന്നിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഞെട്ടിയത്. അല്ലാതെ ഇത് സ്ഥാപിച്ചു എന്നുള്ളതായിരുന്നില്ല എന്നെ ഞെട്ടിച്ച കാര്യം. അതുവരെ ഇങ്ങനെയാണ് ഈ സംഗതി. അതായത് ഞാൻ 1992 മുതൽ 2000 വരെയുള്ള കാലത്തിനിടയിൽ
എനിക്ക് കഴിയാവുന്ന വെച്ചാൽ എല്ലാ സമയത്തും ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നു. ഈ അറിയാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇതിനകത്ത് അതിക്രമിച്ച് കടന്ന് ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതാണ്. 949 ഡിസംബർ 22-നും 23-നും ഇടയ്ക്കുള്ള രാത്രിയിൽ അതിക്രമിച്ച് കടന്ന് ഇത് സ്ഥാപിച്ചതാണ്. അതേ ചൊല്ലി ഒരു കേസുണ്ട്. അന്ന് അവിടെ ഒരു FIR ഉണ്ടായിരുന്നു. ആ FIR-ന്മേൽ തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തതാണ്. അന്ന് അതിൻ്റെ എന്താ പറയുക, ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരു മലയാളിയാണ്. ഇത്തരം വിവരങ്ങളൊന്നും 2000 വരെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടായിരുന്നില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ വലിയ തുടർച്ചകൾ ഉണ്ടാവുകയും 992 ഡിസംബർ 6-ന് ആ മസ്ജിദിൽ കുറെ ആളുകൾ അതിക്രമിച്ച് കയറി അത് ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും 8 വർഷം കഴിഞ്ഞിട്ടാണ് 949-ൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. ഇവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ, നമ്മൾ ഈ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ വേര് കിടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തകർക്കപ്പെടുന്നതിന് മുമ്പ് ബാബറി മസ്ജിദിനെ കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ ആളുകളോട് സംസാരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. കുറേ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ സംസാരിക്കാൻ മീൻസ് ഇതിനെപ്പറ്റി അറിയാവുന്ന, ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഒക്കെ മുസ്ലിം നാമധാരികളോ ആ വിശ്വാസധാരയിൽപ്പെട്ട ആളുകളോ ആണ്. നമ്മളുടെ മതനിരപേക്ഷമായ സൊസൈറ്റി അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നോ ഇല്ലയോ? നമ്മളുടെ ഒരു സെക്കുലർ ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നോ ഇല്ലയോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഒരു തരത്തിലും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളത് സെക്കുലർ ഗവൺമെൻറ്റിൻ്റെയോ നമ്മുടെ ഒരു സെക്കുലർ സൊസൈറ്റിയുടെയോ ഉത്തരവാദിത്തമായി അവർ കണ്ടിരുന്നേയില്ല. ഇതൊരവസരമാണ്. ആർക്കുള്ള അവസരം? ഭൂരിപക്ഷ വർഗീയതയെ ജ്വലിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള അവസരമാണ്. ആ അവസരമാണ് നമ്മൾ ഈ പറയുന്ന ഈ 2023-ൽ നമ്മൾ ഈ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ചരിത്രം, എന്താണ് സംഭവിച്ച കാര്യങ്ങൾ എന്ന് ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നൊരു പണി നമ്മളുടെ സൊസൈറ്റി ഒരു തരത്തിലും ഒരു കാര്യത്തിലും എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ബാബരി വിടുക, ഗ്യാൻവാപിയിലേക്ക് വരിക. ഗ്യാൻവാപിയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കോടതി ഉത്തരവ് വരുന്നു. കോടതി ഉത്തരവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോടതി പറയുന്നു അതിൻ്റെ നിലവറകളിൽ ഒന്നിൽ പൂജകൾ നേരത്തെ നടന്നിരുന്നു, അത് തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി വരുന്നു. കോടതി അത് അനുവദിക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട്. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും, ഈവൻ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള പത്രങ്ങൾ പോലും കൊടുത്ത വിവരം എന്ന് പറയുന്നത് 993 വരെ അവിടെ പൂജയൊക്കെ നടന്നിരുന്നു. 993-ൽ മുലായം സിംഗ് സർക്കാർ എന്തോ ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ ഇറക്കിയതോടുകൂടിയാണ് അവിടുത്തെ പൂജകളൊക്കെ നിർത്തിവെച്ചത്. അതിന് ശേഷമാണ് അവിടെ ബാരിക്കേഡ് ചെയ്തത്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു പ്രശ്നം എന്നുള്ള മട്ടിലാണ് ഈ വാർത്തകളൊക്കെ കൊടുക്കപ്പെട്ടത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അപ്പം നമുക്കും അറിയില്ല എന്താണ് ഗ്യാൻവാബിയിൽ നടന്നതെന്ന് നമുക്കറിയില്ല. പലതരത്തിലുള്ള സംഗതികളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്താണ് വസ്തുത എന്ന് നമുക്കറിയില്ല. അപ്പം എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന പല ആളുകളോടും സംസാരിക്കാൻ ശ്രമിച്ചു. അതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്, കുറച്ച് ചരിത്രം പഠിച്ച ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്, വടക്കേന്ത്യയിലുള്ള ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇവർക്ക് ആർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. 991-ൽ മുലായം സിംഗ് സർക്കാർ അന്ന് അധികാരത്തിലിരുന്ന മുലായം സിംഗ് യാദവ് സർക്കാർ അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, അല്ല അങ്ങനെ ഓർഡർ ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓർഡർ ഇറക്കിയിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. ഇതാണ് മറുപടി. അവസാനം ഞാൻ എന്താ പറയുക, പലവട്ടം വിളിച്ചിട്ടും കിട്ടാഞ്ഞിട്ട് അവസാനം വെങ്കടേഷ് രാമകൃഷ്ണനെ വിളിച്ചു. വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു. 993-ൽ അവിടെ ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ബാരിക്കേഡ് ചെയ്തതിൻ്റെ കാരണം ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം അന്ന് അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ അടുത്തത് കാശിയും മധുരയുമാണ് എന്നുള്ള മുദ്രാവാക്യങ്ങൾ വരുന്നു. അപ്പോൾ അവിടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഏതെങ്കിലും പൂജ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത ബാരിക്കേഡിംഗ് അല്ല. അവിടെ അതിനു മുമ്പ് ഒരു തവണ പോലും
പൂജകൾ നടന്നതായി രേഖകളിലില്ല എന്നുള്ള വിവരം എനിക്ക് പറഞ്ഞു. പക്ഷെ ഇത് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാ? ഈ കോടതി വിധി വന്നതിന് ശേഷമുള്ള വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. കാരണം നമുക്കറിയില്ല. ഈ അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ സംഭവിച്ചത് എന്താ? യാൻവാപ്പി മസ്ജിദിനുള്ളിലേക്ക് പൂജ ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. അന്ന് രാത്രി തന്നെ ആളുകൾ പോയി അവിടെ തുറന്നു, അകത്ത് കയറി. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അവിടെ സ്വാഭാവികമായിട്ടും പൂജ നടക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ട ആളുകൾക്ക് സാധൂകരിക്കാൻ പാകത്തിലുള്ള ഒരു സാധനം അന്ന് ഈ രാത്രിയിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സാധനം. ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ എങ്ങനെയാണോ 1949 ഡിസംബർ 22-നും 23-നും രാത്രിയിൽ അതിക്രമിച്ച് കടന്ന് അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത്, അതുപോലെ ഗ്യാൻവാപ്പിയിൽ ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ഒരു പൂജ നടക്കുന്ന സെന്ററായിട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇത് മതി. ഇത്രേ ആവശ്യമുള്ളൂ. ഇനി അങ്ങോട്ടെല്ലാം എളുപ്പമാണ്. കാരണം ഇവിടെ നേരത്തെ മുതൽ പൂജ നടന്നിരുന്നതായിട്ട് തെളിവുണ്ട്. കോടതി വിധി വന്നു. നേരത്തെ നടന്നിരുന്ന പൂജ പുനഃസ്ഥാപിക്കണം എന്നുള്ള കോടതി വിധി വന്നിട്ടുണ്ട്. കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങളിതാ തുറന്നു നോക്കുമ്പോൾ അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ മുതൽ ഇവിടെ പൂജകൾ നടന്നിരുന്നതാണ്, ഇവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതാണെന്ന് വാദിക്കാൻ എളുപ്പമാണ്. സുപ്രീം കോടതിയുടെ ബാബറി മസ്ജിദ് കേസിലെ വിധി അനുസരിച്ചിട്ടാണെങ്കിൽ വിശ്വാസികൾ ഇവിടെ ഭക്തിപൂർവ്വം ആരാധന നടത്തിയതിന് തെളിവുണ്ട് എന്ന് ഈ വിഗ്രഹങ്ങൾ തന്നെ തെളിവാണെന്ന് പറഞ്ഞാൽ ആ മസ്ജിദ് പൊളിച്ച് അല്ലെങ്കിൽ ആ മസ്ജിദ് ഒരു ക്ഷേത്രമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇപ്പം നിലവിലില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ എന്താ പറയുക, കൃത്യമായ വിവരങ്ങൾ, വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മളുടെ ഒരു സെക്കുലർ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു സെക്കുലർ ഗവൺമെൻറ്റുകൾക്ക് കാലാകാലങ്ങളിൽ വന്ന വീഴ്ചയുടെ ബാക്കിയാണ് ഇപ്പം നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അത് മുതലെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഹിന്ദുത്വവാദികൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മുതലെടുക്കാൻ പാകത്തിലുള്ള അന്തരീക്ഷം നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ കാലാകാലങ്ങളിൽ ചെയ്തു കൊടുത്തതിൻ്റെ ദുരനുഭവമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വന്ന് ഏതെങ്കിലും ഒരു മസ്ജിദിൻ്റെ മേലെ അവകാശവാദം ഉന്നയിക്കുന്നതോ അത് തകർക്കുന്നതോ അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതോ മാത്രമല്ലാതായി മാറിയിരിക്കുന്നു. ഇതൊരു ഇപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ ഈ വിധി വന്ന സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സംഗതി എന്ന് പറയുന്നത്, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയിൽ ഏതാണ്ട് 20% വരുന്ന ഒരു സൊസൈറ്റിക്ക് എന്തായിരിക്കും ഇപ്പോൾ തോന്നുക എന്നുള്ളതാണ്. എന്തായിരിക്കും അവർക്ക് തോന്നുക? അതായത് ഇന്ത്യയിലുള്ള ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളൊന്നും സുരക്ഷിതമല്ല എന്ന തോന്നലായിരിക്കും അവർക്കുണ്ടാവുക. ആരാധനാ സ്ഥലങ്ങൾ സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് അടുത്തതായി തോന്നുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസവുമായി ഈ ഭൂമിയിൽ ജീവിച്ചു പോവുക ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് എന്ന തോന്നലിലേക്കായിരിക്കും അവരെത്തുക. ഈ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അതിനവർ ഇന്നോ ഇന്നലെയോ ശ്രമിക്കുന്ന കാര്യമല്ല, ദീർഘകാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നത്, അതിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ വിഭജനത്തിന് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് എന്തായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആൻസർ? നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരിയോട് പുതുതായിട്ട് പഠിച്ചു വളരുന്ന ഒരാളോട് ഇന്ത്യ വിഭജനത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൻസർ ആരായിരിക്കും? ഞാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളൊരു ചെറുപ്പക്കാരിയോട് ചോദിക്കും, ഒറ്റ ആൻസറേ ഉണ്ടാവുള്ളൂ. കുറച്ച് പഠിച്ച ഒരാളാണെങ്കിൽ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയും, അല്ലാത്തവർ മുസ്ലിങ്ങളാണെന്ന് പറയും. ഈ നറേറ്റീവാണ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. ഈ നറേറ്റീവ് ബിൽഡപ്പ് ചെയ്തെടുത്തതാണ്. ഇന്ത്യ വിഭജനം ഉണ്ടായത് ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 എന്താ പറയുക, ബ്രിട്ടൻ തീരുമാനിച്ച പോലെ 2 അതിർത്തികൾ നിർണയിച്ച് 2 രാജ്യങ്ങളായപ്പോഴല്ല ഇന്ത്യ വിഭജനം ഉണ്ടാകുന്നത്. ഇന്ത്യ വിഭജനം ഉണ്ടാകുന്ന ബ്രിട്ടൻ ഇന്ത്യയെ 2 സമുദായങ്ങളായി തിരിച്ച് അവരുടെ അധികാരം നിലനിർത്താൻ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഘട്ടം മുതലാണ് ഇന്ത്യ വിഭജനം ഉണ്ടാകുന്നത്. അത് അവരുടെ തന്ത്രമായിരുന്നു. അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുക. അപ്പം എന്താണ് യാഥാർത്ഥ്യം, എന്താണ്
നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള പാഠമോ പഠനമോ നമ്മളുടെ ഒരു സെക്കുലർ സൊസൈറ്റി ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം കൈവരിക്കുകയോ അത് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലം പറഞ്ഞതിന് ഇപ്പം ഈ ബാബറി മസ്ജിദിന്റെ തകർച്ച പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യം കൂടെ. ഇപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നത്, ഞാൻ ഇടപ്പള്ളി LP സ്കൂളിലാണ് എൻ്റെ LP പഠിക്കുന്നത്. അതിന് ശേഷം ഇടപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ പൂർത്തിയാക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സംസാരിച്ചു തുടങ്ങി, ഞാനൊരു പ്രഭാഷകനല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കരമായി സംസാരിക്കുന്ന ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിങ്ങനെ ഒരു പ്രഭാഷകനാകണം എന്ന ആഗ്രഹം എൻ്റെ വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുമായിരുന്നു. പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, അതുപോലെ സ്കൂൾ വാർഷികം, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ പ്രസംഗ മത്സരങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ പങ്കെടുപ്പിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസംഗം മത്സരത്തിന് എനിക്ക് പ്രസംഗം പറയാനുള്ള ടെക്സ്റ്റ് എഴുതി തന്നുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരനായിരുന്നു. അത് അതികഠിനമായ കോൺഗ്രസ് വികാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഗാന്ധിയനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ്, അദ്ദേഹം എഴുതുന്ന ടെക്സ്റ്റാണ് ഞാൻ ഈ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ പ്രസംഗിക്കുക. കാണാപ്പാടം പഠിച്ച് പറയാം. പ്രസംഗിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാണാപ്പാടം പഠിച്ച് പറയാം. ഞാൻ പിന്നീടാണ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന നമ്മൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം എന്താണ് രാഷ്ട്രീയം, എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിച്ചത്. ആ പ്രസംഗങ്ങളിൽ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചൊക്കെ ആ പ്രസംഗങ്ങൾ ആ എഴുത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികാരം നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ മുസ്ലിം എന്നും ഹിന്ദു എന്നും വിഭജിച്ചുകൊണ്ടാണ് ഭരിക്കാൻ ശ്രമിച്ചത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ വാക്കുകളായിരുന്നു ആ ടെക്സ്റ്റ്. പക്ഷെ ഇതൊന്നും എന്നോടൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. നമ്മളിത് എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഇത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇത് എഴുതിയത് വെറുതെ എഴുതിയതല്ല, നമ്മളിത് മനസ്സിലാക്കണം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയണം എന്ന രീതിയിൽ തന്നെ എഴുതിയതാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും നമ്മളുടെ ഒരു ഹിസ്റ്ററിയോട്, ചരിത്രത്തോട് നീതി പുലർത്താത്ത, അതിനെ വേണ്ട വിധത്തിൽ പഠിക്കാത്ത, അത് വേണ്ട വിധത്തിൽ പകർന്നു കൊടുക്കാത്ത ഒരു ജനതയാണ്. അതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ തുടർച്ച ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, എറണാകുളത്തായിരുന്നു 10 മാസം. 2 മാസം ഞാൻ ഷൊർണൂർ എൻ്റെ നാട്ടിൽ വന്നിട്ടാണ് കഴിയുക. വേനൽക്കാലം മുഴുവൻ അവിടെയാണ് ഉണ്ടാവുക. അപ്പം ഈ ഭവർ മെഖ്വൻഷി, പേരൊരു കടുപ്പാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എഴുതിയ പുസ്തകം ഞാൻ ഓടിച്ചു വായിച്ചേ ഉള്ളൂ. എനിക്ക് ഓടിച്ചു വായിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനെ കുറിച്ച് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ടത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതൊരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് എടുക്കാം. ഇതെന്തുകൊണ്ട് ഓടിച്ചു വായിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എടപ്പള്ളിയിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, നാരായണൻ തന്നെയാണ്. അദ്ദേഹം വർഷത്തിൽ ഒരു തവണ എന്തായാലും വീട്ടിൽ വരും. പലവട്ടം വരും, വർഷത്തിൽ ഒരു തവണ നിർബന്ധമായും വരും. എന്തിനാണെന്നറിയോ? ബാലഗോകുലത്തിന് ശോഭായാത്ര നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം വീട്ടിൽ വരും. അദ്ദേഹം വീട്ടിൽ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കുട്ടികളാണല്ലോ, ഞങ്ങളെ രണ്ടുപേരും, എനിക്കൊരു ചേച്ചിയാണുള്ളത്, ഞങ്ങളെ രണ്ടുപേരെയും ശോഭായാത്രയ്ക്ക് അണിനിരക്കാനായിട്ട് വിട്ടുതരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിർബന്ധമായും വരുന്നത്. എല്ലാ കൊല്ലവും വരും. ഒരു തവണ പോലും എൻ്റെ അച്ഛൻ അതിന് സമ്മതിച്ചിട്ടില്ല. ഒറ്റ തവണ പോലും സമ്മതിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, പ്രയാസമാണ് കുട്ടികൾ എന്നുള്ള നിലയ്ക്ക്. കാരണം വെച്ചാൽ നമ്മളിത് പോയി കാണും, റോട്ടിൻ്റെ നടുക്കൂടെ ഇവരിങ്ങനെ
ഭയങ്കരമായി ഈ ആടയാഭരണങ്ങളൊക്കെ ചാർത്തി മുഖത്തൊക്കെ ചായയൊക്കെ തേച്ച് മയിൽപ്പീലിയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ഇതിൻ്റെ കൂടെ നടക്കണം എന്ന് വെച്ചാൽ കുട്ടികളാണല്ലോ, നമുക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ രാഷ്ട്രീയം ഒന്നും അറിയില്ല. 4 5 വയസ്സോ അല്ലെങ്കിൽ 6 7 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്, ഞങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്. അപ്പോൾ ഈ എല്ലാ കൊല്ലവും നാരായണൻ വരും. ഒരാഴ്ച മുമ്പ് അച്ഛൻ പതിവ് മറുപടി പറയും. ഇങ്ങനെ ഒരു 4 5 കൊല്ലം പോയി. നാരായണനും മടുപ്പൊന്നുമില്ല. ഇവിടെ വന്നാൽ കിട്ടാവുന്ന മറുപടി അയക്കില്ല എന്നാണെന്ന് അറിയാമെങ്കിലും നാരായണൻ പിറ്റേ കൊല്ലവും വരും. പിറ്റേ കൊല്ലവും വന്നിട്ട് കുട്ടികളെ അയക്കണം എന്ന് പറയും, അച്ഛൻ പറ്റില്ല എന്ന് പറയും. ഇതിങ്ങനെ 4 5 കൊല്ലം ആവർത്തിച്ചു. അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു, വീട് മാറിപ്പോയി. അതുകൊണ്ട് നാരായണന്റെ വരവോടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെക്കേഷന് ഷൊർണൂരത്തെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ വരും. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അച്ഛൻ്റെ പെങ്ങന്മാരുടെ കുട്ടികൾ, അനിയൻ്റെ കുട്ടികൾ, അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ഏതാണ്ടൊരു വലിയ ഫാമിലിയാണ്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാണ്ടിരിക്കുമ്പോൾ 5 6 തവണയൊക്കെ ആയിട്ടായിരിക്കും ഊണ് കഴിച്ച് തീരുക. കാരണം 10 35 പേരുണ്ടാവും ഊണ് കഴിച്ച് തീർക്കാൻ. അപ്പോൾ അങ്ങനത്തെ വലിയ ഫാമിലിയാണ്. കുട്ടികൾ തന്നെ ഒരു 10 15 പേരുണ്ട്. അതിൽ ഏറ്റവും മുതിർന്ന കുട്ടികൾ എന്ന് പറയുന്ന 2 പേര് അന്ന് അവിടെ ശാഖ നടത്തിയിരുന്നു. മുതിർന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 7 8 വയസ്സുണ്ടെങ്കിൽ അവർ അന്നൊരു 20 21 വയസ്സുള്ള കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അന്ന് അവരവിടെ ശാഖ നടത്തിയിരുന്നു. ശാഖയാണെന്നൊന്നും നമുക്കത് അറിയില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളെ വിളിച്ചിരുത്തുന്നു, ആദ്യം ഒരു പാട്ട് പാടുന്നു, പിന്നെ അവരെ കൊണ്ട് കുറേ കളിയൊക്കെ കളിപ്പിക്കുന്നു, പിന്നെ ചില എന്താ പറയുക അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്ന പോലെ, അതൊക്കെ നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അഭ്യാസങ്ങളാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ. ചില വടിയൊക്കെ കൈ കൊടുക്കുന്നു, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ പറയുന്നു, ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് എന്താ പറയുക എൻജോയ് ചെയ്യും. കാരണം വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ, അവരെ സംബന്ധിച്ച് ഇത് കളിയാണ്. അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാവി രാഷ്ട്രീയമൊന്നും അവരുടെ പ്രശ്നമല്ല, അവരെ സംബന്ധിച്ച് ഇത് കളിയാണ്. അപ്പോൾ അന്നും പെൺകുട്ടികളില്ല കേട്ടോ, പെൺകുട്ടികളെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കില്ല. അന്നും എനിക്കുണ്ടായിരുന്ന വിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തിരുന്ന് കാണാനുള്ള യോഗം മാത്രമേ നമുക്കുള്ളൂ. എന്നോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിൽ പോകാൻ പാടില്ല, ബാക്കി നിനക്ക് എന്തു ആവാം, അതിൽ മാത്രം പോകാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു, അവർ പാട്ട് പാടുന്നു, നമുക്കൊരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മളെങ്ങാനും ഒരു തവണ പോയാൽ അന്ന് നമുക്ക് എന്താ പറയാ വൈകുന്നേരം വീട്ടിൽ സൂര്യനുണ്ടാവില്ല, ചിലപ്പോൾ തല്ലും കിട്ടും. അതുകൊണ്ട് നമ്മൾ പോവില്ല. നമ്മളിങ്ങനെ പാറപ്പുറത്തിരുന്ന് ഇവർ കാണിക്കുന്നതൊക്കെ കാണും, പോവും. അന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഗതി എന്ന്. അത് മനസ്സിലാവുന്നു കുറേ കഴിഞ്ഞിട്ടാണ്. അതായത് നമ്മൾ ഈ കായിക മേഖലയിലെ കുട്ടികളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയില്ലേ, ക്യാച്ച് ദം യങ് എന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ ഓട്ടത്തിനാണെങ്കിലും ചാട്ടത്തിനാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാണെങ്കിലും ഷട്ടിൽ ബാഡ്മിൻ്റനാണെങ്കിലും ചെസ്സിനാണെങ്കിലും ഒക്കെ. ചെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. 2010 ആകെ 20 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാ എന്താ പറയുക 100 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേട്ടതിൻ്റെ കൗതുകം എനിക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയൊക്കെ ബജറ്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ അപ്പോൾ ക്യാച്ച് ദം യങ് എന്നുള്ളതാണ് ഈ കായിക മേഖലയിലെ വിദഗ്ധരായ പരിശീലകർ മുഴുവൻ പറയുന്ന ഒരു കാര്യം. അതായത് കുട്ടികളെ നേരത്തെ തന്നെ റിക്രൂട്ട് ചെയ്യും, അവർക്ക് എന്താ പറയുക അവരുടെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള താല്പര്യം മനസ്സിലാക്കി അതിനകത്ത് ഭയങ്കരമായ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും അത് കഠിനമായ പരിശീലനങ്ങളിലൂടെ അതിൽ മികവ് ആർജിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാച്ച് ദം യങ് എന്ന് പറയുന്നതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ചൈന ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ പരിശീലിപ്പിച്ച്, ജീവിതം ഉണ്ടാവില്ല, പരിശീലനവും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഏതാണ്ട് അതേ പ്രക്രിയ തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ശാഖകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അവർക്കൊന്നും അറിയില്ലല്ലോ, കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അവരെ സംബന്ധിച്ച് ഇതൊരു കളിയാണ്, ഒരു പാട്ടാണ്, ആ പാട്ടിൻ്റെ അർത്ഥം അവർക്കറിയില്ല. ഇതാണ് ശാഖകളിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാം എന്തുകൊണ്ടോ എന്താ പറയുക എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തവണ പോലും ഈ പണിക്ക് പോകരുത് എന്ന് കൃത്യമായി ചട്ടം കെട്ടിയിരുന്നു. ഒരു തവണ പോലും അങ്ങോട്ട് എന്നെ അയക്കാനും അനുവദിച്ചിരുന്നില്ല. ഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ 19ാമത്തെ വയസ്സിൽ നാടുവിട്ട് പോവുകയും പട്ടാളത്തിൽ നേവിയിൽ ചേരുകയും ഒക്കെ ചെയ്ത്
സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച എന്താ പറയുക, ഒരു തവണ പോലും ജീവിതത്തിൽ കടം വാങ്ങാതെ ഒരു മനുഷ്യൻ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം എൻ്റെ അച്ഛൻ ഈ വഴിക്ക് പോകരുത് എന്ന് വളരെ കർശനമായിട്ട് നമ്മളോട് പറഞ്ഞു. അന്ന് നമുക്ക് അതിനകത്ത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു കളിക്കാൻ അനുമതിയായിരുന്നു ഞാൻ എന്തായിരിക്കും നമുക്ക് തോന്നുന്നത്. ആ ദേഷ്യവും സങ്കടമൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പവർ മെഗ്വൻഷിയുടെ പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിലൂടെ ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ എങ്ങനെയാണ് ഈ സംഘപരിവാരത്തിൻ്റെ പണി അവിടെയും നടന്നിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ കരക്കിരിക്കുമ്പോൾ, അതായത് ഈ പറയുന്ന ശാഖയുടെയൊക്കെ കരക്കിരുന്നുകൊണ്ട് നമ്മളിത് കണ്ടതിന് ശേഷം ഇവരൊക്കെ കുട്ടികളൊക്കെ പിരിഞ്ഞു പോകും. കുറെ കഴിയുമ്പോൾ ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ പോകും. അത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ തിരിച്ചു വന്നിട്ട് ഈ പാറപ്പുറത്ത് തന്നെ ഇരിക്കുക. ഞാനിരിക്കുന്ന അതേ പാറപ്പുറത്താണ് അവരിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആദ്യം പറയുന്ന വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ചെറുമക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പാലക്കാട് ജില്ലയിലെ ഒരു പ്രയോഗമാണത്. അതായത് ജാതിയിൽ താണ ആളുകളെ കുറിച്ച് പറയാനായിട്ട് പറയുന്ന ഒരു വാക്കാണ് ചെറുമക്കള്. ഈ ചെറുമക്കള്. അപ്പൊ എനിക്കിത് മനസ്സിലാവാറില്ല, അന്നും മനസ്സിലാവാറില്ല. അന്ന് നമ്മളെ സംബന്ധിച്ച് ഇത് എന്താ പറയാ, അവരൊക്കെ അങ്ങനെയുള്ള ആളുകൾ എന്നുള്ളൊരു തോന്നല് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. RSSലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഈ ശാഖയൊക്കെ നടത്തി ഒരു പരിചയവും ഒരു ബുദ്ധിയും വിവരവും ഉറക്കാത്ത കുട്ടികളെ ഇതിനകത്തേക്ക് കളിയാണ് പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് പരിശീലിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറി വരുന്ന എന്താ പറയുക, ശാഖ നടത്തിപ്പുകാരായ ആളുകൾ അവിടെ കയറിയതിന് ശേഷം ആദ്യം പറയുന്ന വാക്ക് ഇതാണ്: ചെറുമക്കളാണ്. കുളിക്കാതെ ഇനി വീട്ടിൽ കയറാൻ പറ്റില്ല. കാരണം വെച്ചാൽ ജാതിയിൽ താണ ആളുകളുമായിട്ട് ആണല്ലോ ഇടപഴകുന്നത്. അപ്പൊ കുളിക്കാതെ ഇനി വീട്ടിൽ കയറാൻ പറ്റില്ല. ഇത് ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു 6 7 8 വയസ്സുള്ള ആൾക്ക് ഇത് അത്രത്തോളം മനസ്സിലായിക്കൊള്ളുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബാബറി മസ്ജിദിൽ എന്താണ് സംഭവിച്ചത് എന്ന് 2000-ലൊക്കെ ഞാൻ പഠിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ രാഷ്ട്രീയം എന്താണ്, ഇതെങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്, ഇത് നമ്മളുടെ സൊസൈറ്റി എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്, ഇത് നമ്മളുടെ സ്വൈര്യ ജീവിതത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ പോകുന്നത്, നമ്മളുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നതെന്നൊക്കെ ഏതാണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, നേരത്തെ ഞാൻ ഈ പറഞ്ഞ ശാഖാ നടത്തിപ്പുകാരായിരുന്ന RSSകാർ, അവരിപ്പോഴും ഉണ്ട്. അതേ ആശയധാരയുമായിട്ട് അവരിന്നും ജീവനോടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അവരുടെ വായിൽ നിന്ന് ഇതേ വാചകം നമ്മൾ കേൾക്കും: ചെറുമക്കളാണ്. അവർക്കൊക്കെ ഇപ്പൊ സംവരണവും സംവിധാനവും ഒക്കെ ആയിട്ട് അധികാരവും അഹങ്കാരവും ഒക്കെ ആയി. വീട്ടിൽ വിളിച്ചവർ പണിക്ക് വിളിച്ചാൽ വരില്ല. ഇതേ വാചകങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇതേ വാചകങ്ങൾ കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ ഞാൻ കേട്ടതാണ്. അതിന്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതേ ചെറുമക്കളുടെ വീട്ടിൽ കടന്നു കയറി അവരുടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ആളുകൾ കൂടിയാണ് ഇവർ. അതും എനിക്ക് അനുഭവ സാക്ഷ്യമുണ്ട്. എൻ്റെ അനുഭവത്തിൽ അറിയാം. അപ്പൊ ഇതൊരു എന്താ പറയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിലൂടെ ഓടിച്ചു പോയപ്പോ ഉത്തർപ്രദേശിൽ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും ഒക്കെ ഒരേ കാര്യങ്ങളാണ്. ഇവരുടെ രാഷ്ട്രീയം ഒരേ ധാരയിലാണ്. ആ ധാര എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കപ്പുറം മനുസ്മൃതിയാണ് വലുത് എന്ന് വിചാരിക്കുകയും ജാതി വ്യവസ്ഥയും ബ്രാഹ്മണാധീശത്വവുമാണ് ഏറ്റവും ഉദാത്തം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇക്കൂട്ടർ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗക്കാരൻ ഒരാൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു,
ദ്രൗപദി മുർമു പട്ടികവിഭാഗക്കാരിയായിട്ടുള്ള പട്ടികവർഗക്കാരിയായിട്ടുള്ള ഒരാൾ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. ഇതൊക്കെ നടന്നത് ഈ കാലത്തല്ലേ? ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരാളുകളാണെങ്കിൽ ഇത് നടത്താൻ അവർ സമ്മതിക്കുമെന്നൊക്കെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങളുണ്ടാവും. എല്ലാ ആളുകൾക്കും ഉണ്ട് ഈ സംശയം. ഇപ്പൊ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയാണോ വേറെന്തെങ്കിലും പ്രതിഷ്ഠയാണോ എന്നുള്ളത് വേറെ തന്നെ പ്രശ്നമാണ്. അവരുപയോഗിക്കുന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങിൽ ശങ്കരാചാര്യന്മാർ വരാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗക്കാരനായ ഒരാൾ അതിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലോ യജമാന സ്ഥാനത്തോ ഉണ്ട്. യജമാന സ്ഥാനം എന്നൊക്കെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു എന്താ പറയുക, ഒരു ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ഒരു ചടങ്ങിന് മുഖ്യ യജമാനൻ എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കണം. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട്, പിന്നോക്ക വിഭാഗക്കാരനായ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ശങ്കരാചാര്യന്മാർ വന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നോക്ക വിഭാഗക്കാരനായിട്ടൊരു പ്രധാനമന്ത്രി, അദ്ദേഹം ശ്രീരാമക്ഷേത്രം പോലൊരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ ചടങ്ങിന് എന്താ പറയുക 4 or 5 ആളുകൾ മാത്രം പങ്കെടുക്കുന്നൊരു വേദിയിൽ അദ്ദേഹമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് പട്ടികവിഭാഗക്കാരിയാണ്. ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്നവരാണെങ്കിൽ ഇവരിതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ട്രിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രിക്കും. അവരുദ്ദേശിക്കുന്ന വിധത്തിൽ ഈ വ്യവസ്ഥ നടപ്പാക്കണമെങ്കിൽ അവർ മാത്രം വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല എന്നവർക്കറിയാം. കാരണം വരേണ്യ വിഭാഗക്കാർ എന്ന് പറയുന്നത് അവർ മാത്രം വോട്ട് ചെയ്താൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു 40 സീറ്റിലധികം ഒരു പാർട്ടിക്കും കിട്ടാൻ പോകുന്നില്ല. വരേണ്യ വിഭാഗക്കാരുടെ മാത്രമായിട്ട് പാർട്ടിയായിട്ട് ജനാധിപത്യ സമ്പ്രദായത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 40 സീറ്റിലധികം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവില്ല. ഒരു കാലത്തും അധികാരം എന്നുള്ളത് അവർക്ക് സ്വപ്നം കാണാനേ സാധിക്കില്ല. അപ്പം എന്ത് വേണം? ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏക ചരടുണ്ടാക്കി അതിലേക്ക് ഈ വിഭാഗങ്ങളെ മുഴുവൻ കോർത്തിണക്കി കൊണ്ടുവരണം. അങ്ങനെ കോർത്തിണക്കുമ്പോൾ ഈ ചരടിൽ കോർത്തിണക്കുന്ന ഓരോ വിഭാഗവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഇതിനു വേണ്ടിയും ചോദ്യങ്ങൾ ഉന്നയിക്കും. അങ്ങനെ ചോദിക്കുന്നവരെ തൽക്കാലത്തേക്ക് സാന്ത്വനപ്പെടുത്തി നിർത്തുക എന്നുള്ളൊരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി, പട്ടികവർഗക്കാരിയായ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഘട്ടം കഴിഞ്ഞ് ഇവരങ്ങ് ലയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ഹിന്ദുത്വ അജണ്ട വിചാരിക്കുന്ന വിധത്തിൽ ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ത്രെഡിലേക്ക് ഇവരൊക്കെ അങ്ങ് ലയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികാരം കൈയാളാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക അഹങ്കാരം എന്ന് പറയേണ്ടത്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവരെ അങ്ങ് യോജിപ്പിച്ചെടുക്കുക എന്നുള്ള പണി മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഈ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ചുള്ള സിസ്റ്റം തന്നെയായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇതിന് വിത്തിട്ട ആളുകളെ മുഴുവൻ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിന് വിത്തിട്ട ആളുകളെ മുഴുവൻ, ഈ വിത്തിട്ടത്, അത് വളർത്തിയത്, ആ വളരാൻ പാകത്തിൽ വളമിട്ടത്, ഇത്തരം ആളുകളെ മുഴുവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് BD സവർക്കർ ആയാലും, അല്ല അതിന് മുമ്പേ എടുക്കണം നമ്മൾ. ബാലഗംഗാധര തിലക് മുതൽ എടുക്കുക. ബാലഗംഗാധര തിലക്, VD സവർക്കർ, നാഥുറാം ഗോഡ്സെ, അതുപോലെ ഗുരുജി ഗോൾവാൾക്കർ, ഇങ്ങനെ എല്ലാവരും എടുത്തു നോക്കുക. പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ചിത്പാവൻ ബ്രാഹ്മിൻസ് ആയിരുന്നു. മറാഠിയിൽ നിന്നുള്ള ചിത്പാവൻ ബ്രാഹ്മിൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ പൂനെയിലെ ദളിതുകൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ചിത്പാവൻ ബ്രാഹ്മിൻസിന്റെ ഭരണകൂടത്തിന്റെ, പേഷ്വാമാരുടെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തതിന്റെ വാർഷികം ആഘോഷിക്കുന്ന കേസ്, ഭീമ കൊറേഗാവ് സംഭവം, അതിന്റെ വാർഷികം ആഘോഷിച്ച കേസ് എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ട് ഈ ഭരണകൂടം പിന്തുടരുന്നത് ആലോചിച്ചാൽ അവരെ വിമർശിക്കുന്ന ആളുകളെ ലക്ഷ്യമിടുക എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഈ ഹിസ്റ്ററി അവരെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. ദളിതുകൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് ചിത്പാവൻ ബ്രാഹ്മിൻസായ പേഷ്വാമാരെയാണ്.
ചിത്പാവൻ ബ്രാഹ്മിൻസിന്റെ ഭരണകൂടത്തെ തോൽപ്പിച്ചതിന്റെ ഒരു വാർഷികാചരണമാണ് അവിടെ നടക്കുന്നത്. അത് നിരന്തരം ഓർമ്മിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദളിതുകൾ ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ബ്രാഹ്മിൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന വികാരം, ആ ചരിത്രം ഇങ്ങനെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഈ പറയുന്ന ആളുകൾക്ക് തീരെ സഹിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ടുകൂടിയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും ആൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അല്ലാതെ ഭരണകൂടത്തെ വിമർശിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല. അതിന്റെ പിന്നിൽ ഈ പറയുന്ന ചാതുർവർണ്ണത്തിന്റെ ഒരു എലിമെന്റ് കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 ഭരണകൂടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ സത്യം പറഞ്ഞ ഈ പുസ്തകത്തിലുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അവരാളുകളോട് ഇടപഴകുന്നത്, എങ്ങനെയാണ് അവരുടെ സ്വത്വത്തെ മറച്ചു വെക്കുന്നത്. സ്വത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സാധാരണഗതിയിൽ വ്യവഹരിക്കുന്ന ഒരു സ്വത്വം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അവരുടെ അധികാര സ്വത്വത്തെ അവർ മറച്ചു വെക്കുന്നത്. ഇതൊക്കെ ഈ പുസ്തകത്തിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതിലിപ്പോ കർസേവയ്ക്ക് പോയ കഥയൊക്കെ പറയുന്നുണ്ട്. അതായത് യഥാർത്ഥ കർസേവയല്ല, അതിനു മുമ്പ് കർസേവ പല ഘട്ടങ്ങളിലായിട്ട് അവർ നടത്താൻ ശ്രമിച്ചതാണല്ലോ. അവസാനമാണ് 1992 അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക് അത് എത്തുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ആൾക്കൂട്ടം ഇങ്ങനെ, കർസേവ എന്ന് പറയുന്നത് ഇങ്ങനെ അവിടെ പൂജ നടത്താനൊക്കെ ആയിട്ട് ചെന്നു, ആൾക്കൂട്ടം നിയന്ത്രണം വിട്ടിട്ട് ഇങ്ങനെ മസ്ജിദ് ഡിമോളിഷ് ചെയ്തതാണ് എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. നമ്മളൊക്കെ വേണമെങ്കിൽ ആ നിഷ്കളങ്കമായ വാദത്തിൽ അങ്ങനെ എന്താ പറയുക, അത് വിശ്വസിച്ച് പോയേക്കാവുന്നൊരു ഘട്ടമുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ വെങ്കടേഷ് രാമകൃഷ്ണനായിട്ട് സംസാരിച്ചു. വെങ്കടേഷ് രാമകൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു വെങ്കടേഷ് രാമകൃഷ്ണൻ. അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് അവിടെ എത്തുകയും തകർക്കപ്പെട്ടതിന് ശേഷം ഒളിച്ച് അവിടെ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് വെങ്കടേഷ്. അപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ മറ്റേ ഹിന്ദുത്വത്തിന്റെ 2 മുഖങ്ങളായിട്ട് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. അതായത് ഇപ്പോൾ LK അദ്വാനി വാജ്പേയി ഉണ്ടായിരുന്ന കാലത്ത് വാജ്പേയി ഇതിൻ്റെ ഒരു മൃദുഭാവവും LK അദ്വാനി ഇതിൻ്റെ തീവ്രഭാവവുമായിട്ട് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. പിന്നീട് LK അദ്വാനി മൃദുഭാവവും നരേന്ദ്രമോദി തീവ്രഭാവവുമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് എന്താ പറയുക, ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ നിയന്ത്രിക്കുന്ന യോഗി ആദിത്യനാഥ് കുറച്ചുകൂടെ തീവ്രമുഖവും, എന്താ പറയുക, മോദി എന്തോ കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരാളുമായിട്ട് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഈ ദ്വന്ദ്ങ്ങൾ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ പറയുന്നത്, നമ്മൾ വിചാരിക്കും അടൽ ബിഹാരി വാജ്പേയി എന്തോ ഭയങ്കര ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന, 2002 ഗുജറാത്ത് വംശഹത്യ ഉണ്ടായപ്പോൾ നിങ്ങൾ രാജ്നീതി നടപ്പാക്കണമെന്ന് നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട കുറേ കൂടെ ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്നൊക്കെ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും എന്ന് പറയുന്നത് വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് നടക്കുന്ന സമയത്ത്, അതായത് ഈ കർസേവ നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് അവിടെ അയോധ്യയിൽ വലിയൊരു സമ്മേളനം നടന്നു, വലിയൊരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ വാജ്പേയി പങ്കെടുക്കുന്നുണ്ട്. തൊട്ടുള്ള ദിവസങ്ങളിൽ വാജ്പേയി ഇല്ല. 3-4 ദിവസം മുമ്പ് നടന്ന മീറ്റിങ്ങിൽ വാജ്പേയി പങ്കെടുത്തു. അപ്പോൾ വാജ്പേയി ഭയങ്കരമായ ഒറേറ്റർ ആണല്ലോ. ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഒരു ഗുണമുണ്ട്. അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഒറേറ്ററി സ്കില്ലിൽ കൂടെയാണ് ഇവർ ചെയ്യുക. അത് സവർക്കർക്കുണ്ടായിരുന്നു, ഗോഡ്സെക്കുണ്ടായിരുന്നു. ഗോഡ്സെ കോടതിയിൽ നടത്തിയ പ്രസംഗം പിന്നീട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഭയങ്കര ഒറേറ്ററി സ്കില്ലാണ്. അതായത് വാക്കുകൾ കൊണ്ട്, വാചകങ്ങൾ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നൊരു പണിയുണ്ട്. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു ഇതേ ക്രിയ. അപ്പോൾ വാജ്പേയി ഇങ്ങനെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നമ്മളിവിടെ കർസേവയാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. കർസേവ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഭൂമി ഒന്ന് നിരപ്പാക്കേണ്ടിയൊക്കെ വരും. കർസേവൊക്കെ ചെയ്യുമ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ അവിടെ പ്രതലം ഒന്ന് മിനുസപ്പെടുത്തുകയും ഒരേപോലെ ആക്കുകയൊക്കെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് മിനുസപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. മിനുസപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ മിനുസപ്പെടുത്താനുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ചില കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വലിയ ചില നിർമ്മാണങ്ങളായിരിക്കും നമുക്ക് മിനുസപ്പെടുത്തേണ്ടി വരിക. അപ്പം അതൊക്കെ മിനുസപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അവിടെ കർസേവ ചെയ്യാനായിട്ട്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്.
നിങ്ങൾ ഈ മിനാരങ്ങൾ ഇടിച്ച് തകർത്തിട്ട് വേണം ഇവിടെ കരസേവ നടത്താൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പൊതുവിൽ നമുക്ക് കിട്ടുന്നൊരു ഇമേജ് എന്താ? വാജ്പേയി എന്തൊരു മൃദു സ്വഭാവിയായിട്ടുള്ള ഹിന്ദുത്വവാദിയാണ്, അദ്വാനി തീവ്ര സ്വഭാവത്തിലുള്ള ഹിന്ദുത്വം. ഇതാണ് നമുക്ക് മുമ്പിൽ. നിങ്ങളുടെയൊക്കെ ഒരു കാലത്ത് നിങ്ങളൊക്കെ കേട്ട് കാണും ഇതൊക്കെ, രണ്ട് മുഖങ്ങൾ എന്നുള്ളത്. ഇതിനൊറ്റ മുഖമേ ഉള്ളൂ. ഹിന്ദുത്വം എന്ന് പറയുന്നതിന് ഒറ്റ മുഖമേ ഉള്ളൂ. അത് തീവ്രമായ മുഖമാണ്. അത് രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായൊരു ഭരണകൂടം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ മുഖമേ അതിനുള്ളൂ. ബാക്കിയൊക്കെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന, നമ്മളെ വഴിതെറ്റിക്കാനായി അവതരിപ്പിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ 1998 ആദ്യമായിട്ട് AB വാജ്പേയിയുടെ നേതൃത്വത്തിലൊരു മന്ത്രിസഭ അധികാരത്തിലായിരുന്നു. 13 ദിവസം അധികാരത്തിൽ ഇരുന്നൊരു മന്ത്രിസഭ 1996 അധികാരത്തിൽ വരുന്നു. അപ്പൊ അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന വാർത്ത എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അധികാരത്തിലെത്തുന്ന തലേന്ന് കേട്ടോ, അധികാരത്തിലെത്തുന്നല്ല, അധികാരത്തിലെത്തുന്നത് കേരളത്തിന് അന്ന് വളരെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഹിന്ദുത്വ നേതാവ് രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ കേരളം ഒരു മരണം കൊണ്ട് അതിനെ മറികടന്നിട്ടുണ്ട്. കാരണം 1996 AB വാജ്പേയി അധികാരത്തിലെത്തുന്ന അന്നാണ് ഇവിടെ EMS നമ്പൂതിരിപ്പാട് മരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാടാണ്, നമ്പൂതിരിയാണ്, ഒക്കെയാണ്. പക്ഷെ എങ്കിൽ പോലും അയാളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തെ സംബന്ധിച്ച് വലിയ സംഭവമായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിലൊക്കെ EMSന്റെ മരണമായിരുന്നു വലുത്, വാജ്പേയി സർക്കാർ അധികാരത്തിൽ എത്തിയതായിരുന്നില്ല. അപ്പോൾ പക്ഷെ അതിൻ്റെ തലേന്ന് കേരളത്തിൽ ഇറങ്ങി, ഞാനന്ന് പത്രപ്രവർത്തനം തുടങ്ങിയ കാലമാണ്. അപ്പോൾ നമ്മൾ ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് നടക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ കൂലങ്കഷമായിട്ട് ഇങ്ങനെ വായിക്കുകയും അറിയുകയും അതിനെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. അന്നിറങ്ങിയ കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ 1-ാമത്തെ തലക്കെട്ട് തന്നെ എന്താ പറയുക, AB വാജ്പേയി എന്ന് പറയുന്ന നേതാവിനെ ഇത്രയും ഫിഗറേറ്റീവായിട്ട്, ഇത്രയും വിശേഷണങ്ങളോടുകൂടി അവതരിപ്പിക്കാം, അത്രയും അവതരിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. ഒരിക്കൽ പോലും ഇയാൾ പിന്തുടരുന്ന രാഷ്ട്രീയം ഇതാണ് എന്നൊരു വാചകം പോലും ആ പത്രത്തിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2011 ഇതേപോലൊരു ജനുവരി 30 ഒരു ദിവസം മാതൃഭൂമി പത്രം, മാതൃഭൂമി എന്ന് ഞാൻ നേരത്തെയുള്ള പത്രത്തിൻ്റെ പേര് പറയാതിരിക്കുന്നു, ഇപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട്. കാരണം മാതൃഭൂമി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നൊരു പത്രമാണ്. ആ പത്രത്തിൽ ജനുവരി 30 ഗാന്ധി വധത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നു. പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നത്. പത്രങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പാകത്തിനുള്ള സാധനങ്ങളൊക്കെ പത്രങ്ങൾ ഇങ്ങനെ പ്രത്യേക സപ്ലിമെൻറ്റുകളോ പേജുകളോ ഒക്കെ ആയിട്ട് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മാതൃഭൂമി ഇത് പ്രസിദ്ധീകരിക്കുന്നത്. മാതൃഭൂമി ഇത് പ്രസിദ്ധീകരിച്ചിട്ട് എന്താ പറയുക, ആ ലേഖനത്തിൽ ഒരിടത്ത് പോലും ഈ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് മുഴുവൻ പേരില്ല കേട്ടോ, ഗോഡ്സെ എന്ന് മാത്രമേ ഉള്ളൂ. ഒരിടത്ത് പോലും ഗോഡ്സെ ആരായിരുന്നു എന്നുള്ളൊരു വാചകം പോലുമില്ല, ഒരു വിശേഷണമില്ല, ഒന്നുമില്ല. ഏതോ ഒരു ഗോഡ്സെ, അയാൾക്ക് എന്തോ തോന്നിയപ്പോൾ വന്ന് ബിർള ഹൗസിലെത്തി ഗാന്ധി വെടിവെച്ചു വന്നു. ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം. 2011 12 എന്ന് എനിക്കറിയില്ല. ഞാൻ സിറാജിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇത് സംബന്ധിച്ചൊരു കുറിപ്പ് എഴുതുകയും അതിപ്പോഴും എൻ്റെ ബ്ലോഗിൽ ഇപ്പോഴും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏതോ ഒരു ഗോഡ്സെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ബിർള ഹൗസിലെത്തി വൈകുന്നേരം ഗാന്ധി വെടിവെച്ചു വന്നു. ഇതാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ പറയുന്നത് ബാബറി മസ്ജിദിന്റെ തകർച്ചയേക്കാൾ, ഇപ്പോൾ ഗ്യാൻവാപിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റത്തെക്കാൾ, അല്ലെങ്കിൽ നാളെ മധുരയിൽ നടക്കാനിരിക്കുന്ന കയ്യേറ്റത്തെക്കാൾ, മറ്റന്നാൾ താജ്മഹലിലെ ഉറൂസ് തടയാൻ ഡൽഹി പോലീസ് വരുന്നതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് യഥാർത്ഥ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ വീഴ്ചയാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ
ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു സെക്കുലർ സൊസൈറ്റിക്ക്, ഒരു സെക്കുലർ ഗവൺമെൻറ്റുകൾക്ക് പറ്റുന്ന വലിയ വീഴ്ചയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സന്ധി നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ കാരണങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ക്രൂഷ്യലാണ് എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു മുന്നണി രൂപീകരിക്കുകയും ആ മുന്നണി ഒരു പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയത്തിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവവും ഭരണഘടനയും സംരക്ഷിക്കലാണ് നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സഖ്യമായി അത് മാറുന്ന കാലമാണ് നമ്മളുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് മാറുന്നത്? കാരണം വെച്ചാൽ നമ്മളുടെ വളരെ ചുരുങ്ങിയ താല്പര്യങ്ങളാണ് നമ്മളെ അപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുന്നണിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും അവരുടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾ അവരെ ഗവേൺ ചെയ്യുന്നു. അതിനേക്കാൾ വലിയ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന, നമ്മളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന, നമ്മളുടെ സൊസൈറ്റിയെ ആകെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളെ യഥാർത്ഥ ചരിത്രം നമ്മളെ പഠിപ്പിക്കാത്തത്, യഥാർത്ഥ വസ്തുതകൾ നമ്മളോട് അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് 1947-49 ഡിസംബർ 22-നും 23-നും ഇടയ്ക്കുള്ള രാത്രിയിൽ അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവിടുത്തെ, അന്ന് യുണൈറ്റഡ് പ്രോവിൻസസ് ആണ്, ഇന്ന് ഉത്തർപ്രദേശ് അല്ല, യുണൈറ്റഡ് പ്രോവിൻസസ് എന്നാണ് അന്ന് ഉത്തർപ്രദേശിൻ്റെ പേര്. യുണൈറ്റഡ് പ്രോവിൻസസിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിനോട് കത്തിലൂടെ ഈ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ എറിയൂ എന്ന് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാതിരുന്നത്? അതിനുശേഷമുള്ള കോൺഗ്രസ് ഗവൺമെന്റുകൾ എന്തുകൊണ്ടാണ് ഇതിൽ കോംപ്രമൈസ് ചെയ്തത്? വോട്ടും അധികാരവുമായിരുന്നു പ്രശ്നം. ഇന്ന് RSS മുന്നോട്ട് വയ്ക്കുന്ന ഏതാണ്ട് എല്ലാ അജണ്ടകളും പാർഷ്യലായോ ഭാഗികമായോ നടപ്പാക്കി കൊടുക്കുകയാണ് നമ്മളുടെ എല്ലാ ഭരണകൂടങ്ങളും ചെയ്തത്. അത് കോൺഗ്രസ് ആയാലും ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആയാലും. എക്കണോമിക്കലി വീക്കർ സെക്ഷന് സംവരണം ഏർപ്പെടുത്തി കൊടുത്തത് ആരാ? ഒന്ന് ആലോചിച്ചാൽ മതി. അവരവിടെ പാസ്സാക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ദേവസ്വം ഇതിലത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ അജണ്ടകളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യുകയോ നടപ്പാക്കി കൊടുക്കുകയോ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്ത ആളുകളാണ് ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനും സെക്കുലറിസത്തെ സംരക്ഷിക്കാനുമായി ആശ്രയിക്കുന്ന വിഭാഗങ്ങളൊക്കെ. പക്ഷെ നമുക്ക് അവരെ ആശ്രയിച്ചേ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അവരെ ആശ്രയിച്ചേ പറ്റും. ആ ഉത്തരവാദിത്വം പോലും അവർ നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെയുള്ള നമ്മളുടെ അനുഭവത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. ഒരു കൃത്യമായ പോളിസി ഇല്ല. എന്താണ് ജനങ്ങളോട് പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളില്ല. ഒരു തരത്തിലുള്ള പോസിറ്റീവായ ഒരു റിയാക്ഷനും ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം നമ്മൾ ഇന്നലെ പാർലമെന്റിൽ കണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഗവൺമെന്റ് അടുത്ത സർക്കാർ രൂപീകരിച്ചതിന് ശേഷം അവതരിപ്പിക്കുന്ന ബജറ്റിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള റോഡ് മാപ്പ് അവതരിപ്പിക്കും എന്നാണ്. ആ കോൺഫിഡൻസ് അവിടെ ഉണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് BJP 380 സീറ്റ് വാങ്ങും, 25 സീറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാവർക്കുമായിട്ട് കിട്ടും, 405 സീറ്റ് ഞങ്ങൾ ലോക്സഭയിൽ നേടും എന്നാണ്. ആ കോൺഫിഡൻസ് അവിടെയുണ്ട്. ആ കോൺഫിഡൻസ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത്ര എത്തിയില്ലെങ്കിലും അധികാരം അവരുടെ പക്ഷത്തായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ നെഗറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. വരാനിരിക്കുന്ന കാലവും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഈ പുസ്തകത്തിൽ ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ആയില്ല എന്ന് ഭവർ മെഘ്വൻഷി പറയുമ്പോൾ അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഞാൻ ജീവിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിനോട് എതിരിട്ടുകൊണ്ട് എൻ്റെ ആശയം ഞാൻ പറയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഇരുന്ന് പറയുന്നതിനേക്കാൾ
റിസ്ക് ഉള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന ഭവർ മെഖ്വൻഷിക്കുള്ളത്. എന്നുവെച്ചാൽ അയാൾ ജീവിക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ എന്ന് പറയുന്നത് മാറി മാറി കുറെ കാലം കോൺഗ്രസ് ഭരിച്ചു, BJP അധികാരത്തിലെത്തിയതിനു ശേഷം ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. BJPക്ക് നല്ല എന്താ പറയുക ഗ്രൗണ്ട് ഉള്ള സ്ഥലമാണ്, RSS ഉള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ജീവനെക്കുറിച്ച് നല്ല ഭീതി വേണ്ട ഒരു കാലത്താണ് അയാളിത് പറയുന്നത്. അപ്പം അയാളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതേ കോൺഫിഡൻസ് തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ കാലത്താണ് ജീവിക്കുന്നത്. ഈ കാലത്തെ മറികടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, നമ്മൾ എന്താ പറയുക പണം സമ്പാദിക്കണം, നമ്മൾ വ്യവസായികളാവണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ പൈസ ഉണ്ടാക്കണം. നമ്മൾ ഈ സമൂഹത്തിനെ നിർണയിക്കുന്ന ഘടകങ്ങളായിട്ട് മാറണം. ഇവിടെ പഠിക്കുക, പുറത്ത് പഠിക്കുക, പുറത്ത് ജോലി ഉണ്ടാക്കുക, ഇവിടെ വ്യവസായം നടത്തുക, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മളിങ്ങനെ ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ലോകം ഇതാണ്, നമ്മളുടെ മുമ്പിലേക്ക് ഇനി വരാനിരിക്കുന്ന രാജ്യം ഇതാണ്. നാളെ 405 സീറ്റ് നേടി BJPയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായാൽ, അവരുടെ ഭാഷയിൽ ഭാരതത്തിലുണ്ടായാൽ, അവർ ഭരണഘടന ഭേദഗതി ചെയ്യും. ആദ്യം റദ്ദാക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി ഭേദഗതി ചെയ്ത് ചേർത്ത സെക്കുലറിസം, സോഷ്യലിസം എന്ന് പറയുന്ന 2 വാക്കുകളായിരിക്കും. അത് മാറ്റും, സംശയമൊന്നുമില്ല, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പിന്നെ വരാൻ പോകുന്ന യൂണിഫോം സിവിൽ കോഡാണ്, ഒരു സംശയവും വേണ്ട. അങ്ങനെ സംഭവിച്ചാൽ പോലും നമ്മൾ തലയുയർത്തി തന്നെ നിൽക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ആ ആത്മവിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പഠിക്കുക. നമ്മൾ പഠിക്കുക എന്ന് ഞാൻ പറയുന്നത് എന്താ പറയുക, നമ്മൾ സാമ്പ്രദായികമായ ഒരു പഠനത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഏതൊക്കെ നമ്മൾക്ക് താല്പര്യമുള്ള മേഖലകൾ ഏതൊക്കെയാണോ അതിൽ പഠിക്കുക, അതിൽ നമ്മൾ മികവ് ആർജിക്കുക, നമ്മൾ സമ്പന്നരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബാങ്ക് ബാലൻസിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. ഏത് രീതിയിലാണോ നിങ്ങളുടെ കഴിവുകളുള്ളത് ആ കഴിവുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ സമ്പന്നരാകുക എന്നുള്ളതാണ്. സമ്പത്തിനെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. സമ്പത്തിന്റെ വഴിക്കേ നിയമങ്ങൾ സഞ്ചരിച്ച ചരിത്രമുള്ളൂ, സമ്പത്തിന്റെ വഴിക്കേ ഭരണകൂടങ്ങൾ സഞ്ചരിച്ച ചരിത്രമുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ, വല്ലാത്ത മോശം കാലത്തിലൂടെ, ഒരുപക്ഷെ ഇനിയും മോശമായേക്കാവുന്ന കാലത്തിലൂടെ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാലത്തിലൂടെ നമ്മളെ 2ാം തരമോ 3ാം തരമോ 4ാം തരമോ പൗരന്മാരാക്കി മാറ്റാൻ പാകത്തിലേക്ക് ഭരണകൂടത്തിന് ശക്തി ഉണ്ടാവുന്ന കാലത്തിലേക്കൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മറികടക്കലിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സമ്പന്നരാകുക എന്ന്. സമ്പന്നരാകാതെ നമുക്കിതിനെ മറികടക്കാൻ പറ്റില്ല, ഒരു തരത്തിലും മറികടക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഈ പുസ്തകത്തിൽ ഇയാൾ സമ്പന്നനാകുന്നത് എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിനോട് റിയാക്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് അയാൾ സമ്പന്നനാകുന്നത്. അയാൾ റിയാക്ട് ചെയ്യുന്നതിന് ഒരു രീതി കൂടിയുണ്ട്, അതും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അയാൾ ഒട്ടും ഇമോഷണൽ ആയിട്ടല്ല ഇതിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക ചെയ്യുന്നത്. അയാൾ ആരെയും ചീത്ത വിളിക്കുന്നില്ല, അയാൾ ആരെയും മോശക്കാരനായിട്ട് പറയുന്നില്ല. അതിനകത്ത് അവരങ്ങനെയൊക്കെ ചെയ്തു, അവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, ഞാൻ കൊടുത്തുവിട്ട ഭക്ഷണം മറ്റേ റോഡ് സൈഡിലേക്ക് എറിഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അയാൾ ഇതിനാരെയും മോശക്കാരനായിട്ട് പറയുന്നില്ല. മോശക്കാരനായിട്ട് പറയാൻ മീൻസ് നമ്മൾ ഇമോഷണലായിട്ട് അയാൾ ചീത്ത വിളിക്കാൻ ശ്രമിക്കുന്നില്ല. അതും ഒരു പാഠമാണ്. നമ്മൾ പ്രതികരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ സമ്പന്നരാകുമ്പോൾ നമ്മളെ നയിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഫാക്ട്സ്, ഫിഗേഴ്സ്, ഇൻഫർമേഷൻ, ഇതൊക്കെ ആയിരിക്കണം, ഇമോഷൻ ആയിരിക്കേണ്ടത്. എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ട്രാൻസ്ലേഷനിൽ ഞാൻ കണ്ട ന്യൂനതയും അതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമാണ് എന്ന് പറഞ്ഞത്. ഇത് ഒട്ടും ഇമോഷണൽ അല്ല ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഒട്ടും ഇമോഷണൽ അല്ല.
ഇത് ഇമോഷണലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് എന്നെ ഒട്ടും സ്പർശിച്ചില്ല എന്ന് പറഞ്ഞത്. കാരണം ഞാനിത് കുറച്ചുകൂടി ഇമോഷണലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് ഇമോഷണലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമല്ല. ഇത് ഇങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട പുസ്തകമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട പുസ്തകമാണ്. അപ്പൊ ഞാൻ പറയുന്ന 2 കാര്യങ്ങളെ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ ബാബറി മസ്ജിദിനെ കുറിച്ച് ഓർക്കണം. ഓർക്കേണ്ടത് അതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓർക്കേണ്ടത്. ഇനി നമ്മൾ ഗ്യാൻവാബിയെ കുറിച്ച് ഓർക്കേണ്ടി വരും. അതും അതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർക്കണം. നാളെ മധുരയെക്കുറിച്ച് ഓർക്കേണ്ടി വരും. RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവതിൻ്റെ ഒരു പ്രസ്താവന ഈ വൈറൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് ഞങ്ങൾ എല്ലാ അജണ്ടയും ഒപ്പം പരസ്യമാക്കാറില്ല എന്ന് മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. അപ്പം അടുത്ത അജണ്ടകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ചില അജണ്ടകളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യത്തിലുള്ള അജണ്ടയോ അല്ലെങ്കിൽ രാമക്ഷേത്രമോ ഏകീകൃത സിവിൽ കോഡോ ഒക്കെ അവരുടെ പ്രത്യക്ഷത്തിലുള്ള അജണ്ടകൾ തന്നെയാണ്. അത് നമുക്കറിയാം. മറച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ വരും. അപ്പം അതിനെയൊക്കെ നമ്മൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വസ്തുതകളുടെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മളുടെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് എന്ന് നിങ്ങൾ പ്രത്യേകമായി ഓർക്കണം. അതുകൂടെ ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.